സ്പൈഡർമാൻ നോ വേ ഹോം ഐമാക്സ് വിത്ത് ലേസർ 4K 3Dയിൽ കാണാനുള്ളൊരു ചാൻസ് ആണ് എനിക്ക് ലഭിച്ചത്. But that's not all, folks. Here's the real blockbuster. Brace yourself. Great, it's just some random guy. That's a magic number. സ്പൈഡർമാൻ നോ വേ ഹോം സ്പൈഡർമാനിയ റീ റിലീസുകളുടെ ഭാഗമായിട്ട് ടോബി മഗ്വയറിൻ്റെ 3 സിനിമകളും ആൻഡ്രൂവിൻ്റെ 2 സിനിമകളും പിന്നെ MCUവിൻ്റെ 2 സിനിമകളും കണ്ടു കഴിഞ്ഞ് മൂന്നാമത്തെ സിനിമയായിട്ടുള്ള നോ വേ ഹോം കാണുമ്പോൾ അത് ശരിക്കും ഒരു എൻഡ് ഗെയിം ലെവൽ എക്സ്പീരിയൻസ് ആണ് നൽകുന്നത്. കാരണം നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള എല്ലാ സ്പൈഡർമാനിലെ വില്ലന്മാരും വരുന്നുണ്ട്, സ്പൈഡർമാൻ വരുന്നുണ്ട്. സോ ഇതൊരു സ്പൈഡർമാൻ സിനിമയിലെ എൻഡ് ഗെയിമാണ് നോ വേ ഹോം. നോ വേ ഹോം റീ റിലീസിന് മുമ്പ് തന്നെ ഇതൊരു ഗംഭീരമായിട്ടുള്ള ഫാൻ സർവീസ് ആയിരിക്കും എന്നല്ല നമുക്ക് എല്ലാവർക്കും അറിയാമായിരുന്നു. ഈ സിനിമയിലുള്ള ക്യാമിയോ അപ്പിയറൻസ് ഇതൊക്കെ ആരൊക്കെ ആയിരിക്കും എന്നുള്ളതും എല്ലാവർക്കും അറിയാവുന്നത് കൊണ്ട് തന്നെ ഈ സിനിമയ്ക്ക് ഒരു ഭയങ്കര ഭീകരമായിട്ടുള്ളൊരു ഹൈപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ സ്ഥിരമായിട്ട് ആ സമയത്തൊക്കെ പോയിക്കൊണ്ടിരുന്നത് വനിതാ തിയേറ്ററിലായിരുന്നു. വനിതാ തിയേറ്ററിൽ ഒരിക്കലും ഈ സിനിമയ്ക്ക് ടിക്കറ്റ് കിട്ടില്ലായിരുന്നു. അതേപോലത്തെ അവസ്ഥയായിരുന്നു. മാർവലിൻ്റെ ഫാൻ ഷോ അടക്കമുണ്ടായിരുന്നു. എന്നിട്ട് പോലും ആ സിനിമയ്ക്ക് ടിക്കറ്റ് കിട്ടാത്തൊരവസ്ഥ വന്നപ്പോൾ ഞാൻ വരാപ്പുഴയിലുള്ള സിനിമാസ് എന്ന് പറയുന്ന ഒരു തിയേറ്ററിലാണ് ഞാൻ ഈ പടം കാണാൻ പോയത്. അവിടെ 3D വെർഷൻ തന്നെ ആയിരുന്നു. ഒന്ന് എനിക്ക് ഈ സിനിമ ഒരു ഇരുണ്ട സിനിമയായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. അങ്ങനെ ഭയങ്കര കളർഫുള്ളൊന്നുമില്ല, ഭയങ്കര ഒരു ബ്രൈറ്റ്നസ് ഒക്കെ കുറവുള്ള ഒരു സിനിമയായിട്ടാണ് ഫീൽ ചെയ്തത്. പിന്നെ കൊച്ചിയിൽ ആദ്യമായിട്ട് 4DX ഓപ്പൺ ആയത് ഈ സിനിമയിലായിരുന്നു. അപ്പോൾ 4DXൽ ഞാൻ ഈ പടം കണ്ടിരുന്നു. അപ്പോൾ എനിക്ക് വരാപ്പുഴ സിനിമാസിനേക്കാളും കുറച്ച് ബെറ്റർ ആയിട്ടുള്ള ഒരു ബ്രൈറ്റ്നസ് ഒക്കെ ഉള്ളൊരു ഫീലാണ് എനിക്ക് അന്ന് തോന്നിയത്. അതിനുശേഷം ഇപ്പോൾ നോ വേ ഹോം ഐമാക്സ് 3D റീ റിലീസാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് എക്സ്പെക്റ്റേഷൻ ഉണ്ടാവും. ഫോർ മീ ഞാൻ ഡിസപ്പോയിൻറ്റഡ് ആണ്. ഇപ്പോൾ ഞാൻ ഡിസപ്പോയിൻറ്റഡ് ആണ് എന്ന് പറയുമ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക. കാരണം ഈ വർഷമാണെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഉസ്ബെക്കിസ്ഥാനിലാണെങ്കിലും കസാഖിസ്ഥാനിലാണെങ്കിലും അല്ലെങ്കിൽ തായ്ലൻഡ്, മലേഷ്യ തുടങ്ങിയ എല്ലാ സ്ഥലങ്ങളിലും ഞാൻ ഐമാക്സ് തിയേറ്ററിൽ പോയി ഞാൻ അവിടെയുള്ളതെല്ലാം ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. അതിന് പുറമെ ഈ ഐമാക്സിനേക്കാളും 3Dയുടെ കാര്യത്തിൽ ഗംഭീരമായിട്ടുള്ള ഡോൾബി സിനിമ DC. ഇപ്പോൾ DC പൂനെയിലെ ഖരാടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ DC. അപ്പോൾ അവിടെയും പോയി ഞാൻ ഫാൻറ്റാസ്റ്റിക് 4 ആണ് ഞാൻ അവിടെ പോയി കണ്ടത്. 3D വെർഷൻ ആയിരുന്നു. ഞാൻ ഓൾറെഡി അതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ടിൽ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയൊക്കെ ഉണ്ട്. അതായത് DCനെ കുറിച്ച് ഞാൻ വളരെയധികം പുകഴ്ത്തി പറയുന്ന ഒരു വീഡിയോ ആണ്. അത് പുകഴ്ത്താനുള്ള ഐറ്റം അതിനകത്ത് ഉണ്ട്. കാരണം എൻ്റെ ലൈഫിൽ ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും കിഡിലൻ 3D എക്സ്പീരിയൻസ് എനിക്ക് ഫീൽ ചെയ്തത് ഡോൾബി സിനിമ പൂനെയിൽ അവിടെ വെച്ചിട്ട് ഫാൻറ്റാസ്റ്റിക് 4 കണ്ടപ്പോഴായിരുന്നു. അതായത് ഇത്രയും കാലം വരെ ഐമാക്സിൽ 3D ആണ് ഗംഭീരം എന്ന് വിശ്വസിച്ചിരുന്ന എനിക്ക് മനസ്സിലായി, അതായത് ഡോൾബി സിനിമ എന്ന് പറയുന്നൊരു ഫോർമാറ്റിൽ ഒരു പടം കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഐമാക്സിനേക്കാളും കിഡിലൻ 3D എക്സ്പീരിയൻസ് ആയിരിക്കും എന്നുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ എക്സ്പീരിയൻസ് ചെയ്ത ഒരാളാണ് ഞാൻ. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങളത് മനസ്സിൽ വെക്കുക. കാരണം ഇത് പറയാൻ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ നോ വേ ഹോം എന്ന് പറയുന്ന ഈ സിനിമയുടെ ഐമാക്സ് 3D എക്സ്പീരിയൻസ് എനിക്ക് ഡിസപ്പോയിൻറ്റിംഗ് ആയിരുന്നു. കാരണം ഇതിന് മുമ്പ് നോ വേ ഹോമിന് മുമ്പ് ഞാൻ ഹോം കമ്മിങ് കണ്ടിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഫാർ ഫ്രം ഹോം ഇതെല്ലാം കണ്ടപ്പോൾ ആ ഒരു 3Dയുടെ ഡെപ്തോ അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ബ്രൈറ്റ്നസിൻ്റെ ആ ഒരു സംഭവങ്ങളൊന്നും ഈ പടത്തിനില്ല. ഇത് ഗ്ലാസ് വെച്ചിട്ട് ഒരു നോർമൽ 2D പടം കാണുന്ന പോലെ ഉണ്ടായിരുന്നു. ഡെപ്ത്, ഇതിൻ്റെ ലയറിങ് ഒരു സംഭവം ഈ പടത്തിലില്ല. ഭയങ്കര ഫ്ലാറ്റായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. 3D എന്ന് പറയുന്നതിൻ്റെ ഒരു എഫക്റ്റും ഇല്ലാത്ത ഒരു സിനിമയാണ് നോ വേ ഹോം. അപ്പോൾ ഇത് ഐമാക്സിൽ കണ്ട രീതിയിൽ ഞാൻ ഡിസപ്പോയിൻറ്റഡ് ആണ്. പക്ഷേ നോർമൽ സിനിമകൾ ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ വരാപ്പുഴയിൽ ഈ പടം ഞാൻ 3Dയിൽ കണ്ടതാണ്. വരാപ്പുഴ നോർമൽ ഒരു 4K സ്ക്രീനാണ്. 4K അറ്റ്മോസ് സ്ക്രീനിൽ ഞാനിത് കണ്ടതാണ്. പിന്നെ ഞാൻ 4DXൽ ഞാൻ ഈ പടം കണ്ടതാണ്. ഈ 2 ഫോർമാറ്റുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഐമാക്സിൽ കണ്ടത് ബെറ്ററാണ്. അതായത് ഇപ്പോൾ ഈ നോർമൽ സ്ക്രീനിൽ നോ വേ ഹോം കണ്ട ഒരാൾ പെട്ടെന്ന് ഐമാക്സ് 3Dയിൽ ഇത് കാണുമ്പോഴേക്കും അടിപൊളിയായിരിക്കും, ഉറപ്പാണ്. പക്ഷേ ബാക്കിയുള്ള 2 പടങ്ങൾ ഹോം കമ്മിങ് ആൻഡ് ഫാർ ഫ്രം ഹോമിൻ്റെ അതിൻ്റെ ആ ഒരു പടമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ സിനിമയ്ക്ക് ഒന്നുമില്ല, ഭയങ്കര ഫ്ലാറ്റായിട്ടുള്ള. പിന്നെ ഈ സിനിമ ഓൾറെഡി ഇരുണ്ട ഒരു പടമാണ്, ഭയങ്കര ഡാർക്കാണ് ഈ പടം. അപ്പോൾ ഡാർക്ക് ആയതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള എല്ലാ കുഴപ്പങ്ങളും നമുക്ക് ഈ സിനിമയിൽ ഫീൽ ചെയ്യും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു ഫാൻ സർവീസാണ്. നമുക്കൊരു നിമിഷം പോലും ബോറടിക്കില്ല. ബാക്കിയുള്ള സിനിമകളെക്കാളും നീളം കൂടുതലുള്ള ഡ്യൂറേഷനുള്ള പടമാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു സെക്കൻഡ് പോലും ബോറടിക്കാതെ ഒരു കിഡിലൻ ഫാൻ സർവീസായിട്ടാണ് ഈ പടം വരുന്നത്. എന്നാൽ ഫാർ ഫ്രം ഹോം അവസാനിക്കുന്നതിന് എങ്ങനെയാണ്, പീറ്ററിൻ്റെ ഒരു ഐഡൻറ്റിറ്റി റിവീൽ ചെയ്യുന്നു. ആ റിവീൽ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഡോക്ടർ സ്ട്രേഞ്ചിൻ്റെ അടുത്ത് പോകുന്നു. ഇതിൽ വരുന്ന മിറർ ഡയമെൻഷൻ സീക്വൻസ്, എനിക്ക് ഈ സീക്വൻസിലായിരുന്നു എനിക്ക് ഏറ്റവും പ്രതീക്ഷ ഉണ്ടായിരുന്നത്. കാരണം ഇത് ഐമാക്സ് 3Dയിൽ കാണാൻ പോകുന്നു എന്ന് പറയുമ്പോൾ തന്നെ ആ മിറർ ഡയമെൻഷൻ്റെ എൻറ്റയർ സീക്വൻസൊക്കെ
ഒരു കിഡിലൻ എക്സ്പീരിയൻസ് ആയിരിക്കും എന്നൊക്കെയാണ് ഞാൻ പ്രതീക്ഷിച്ചത്. അങ്ങനെ ഒന്നും ഉണ്ടായില്ല. കാരണം മിറർ ഡയമെൻഷൻ്റെ സീക്വൻസ് സാധാരണ നമ്മൾ ടി വിയിൽ ഇപ്പോൾ നമ്മൾ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് 4K ഈ സിനിമ ഉണ്ടാവും. അപ്പോൾ അതിൽ നമ്മൾ ടി വി കാണുമ്പോൾ എങ്ങനെ ഉണ്ടാവും അത് തന്നെ നമ്മളൊരു ഗ്ലാസ് വെച്ചിട്ട് കാണുന്നു എന്നല്ലാതെ അതിൻ്റെ ആ ഒരു ഡെപ്തോ തുടങ്ങിയ കാര്യങ്ങളോ ഒന്നും എനിക്ക് ഇതിൽ ഫീൽ ചെയ്തില്ല. ഒരു മോശം എന്ന് പറയാൻ പറ്റില്ല. നമ്മൾ എക്സ്പെക്റ്റേഷൻ്റെയാണ് ആക്ച്വലി. ഈ മോശം എന്നുള്ള വാക്ക് എൻ്റെ വായിൽ നിന്ന് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് സ്വാഭാവികമായിട്ടും എക്സ്പെക്റ്റേഷൻ്റെയാണ്. കാരണം ഇതിനകത്തുള്ള മിറർ ഡയമെൻഷൻ്റെ ആ ഒരു കാര്യങ്ങൾ. പിന്നെ ഇത് ഈ പടം 3D ഷൂട്ട് ചെയ്തതാണ്. ഇപ്പോൾ 3D ഷൂട്ട് ചെയ്ത ആ ഒരു പടം അത് എന്താ പറയുക, ഈ ഒരു രീതിയിലല്ല ഞാൻ എക്സ്പെക്ട് ചെയ്തത്. അത് വേറെ ഒന്നും കൊണ്ടല്ല, ഇപ്പോൾ DC ആണെങ്കിലും വേറെ IMAX ഒക്കെ നമ്മൾ ഓൾറെഡി എക്സ്പീരിയൻസ് ചെയ്ത് അപ്പോൾ ആ ഒരു 3Dയുടെ ഇതൊക്കെ മനസ്സിൽ കണ്ടിട്ട് ഇതും ഒരു IMAX ആണല്ലോ, ഈ പടത്തിൻ്റേതായിട്ടുള്ള ഒരു എക്സ്പെക്റ്റേഷൻ, ആ എക്സ്പെക്റ്റേഷനാണ് വിനയായത് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഈ മിറർ ഡയമെൻഷൻ സീക്വൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. അതിനകത്ത് ആകെ ഈ പടത്തിൽ കളർ എന്ന് പറയാനായിട്ടുള്ളത് ഡോക്ടർ സ്ട്രേഞ്ചിൻ്റെ ആ ഒരു, അതിൻ്റെ പേരെന്താണ് പക്ഷെ അതൊക്കെ മറന്നുപോയി. ഒരിടക്ക് മാർവൽ ഭയങ്കര ക്രൈസായിരുന്നു. മാർവലിലെ എല്ലാ ഫാൻസ് തിയറീസും എല്ലാ സംഭവങ്ങളും ഒക്കെ അറിയായിരുന്നു. ഇതൊക്കെ എല്ലാം വിട്ടുപോയി. അപ്പോൾ അത് വരുന്ന ആ ഒരു സംഭവം വരുന്ന മാത്രമേ ഈ സിനിമയിൽ കളർ എന്ന് പറയാനായിട്ടുള്ളൂ, ബാക്കിയൊന്നുമില്ല. അപ്പോൾ പിന്നെ ഇതൊരു ഗംഭീര ഫാൻ സർവീസ് പടമാണല്ലോ. അപ്പോൾ ഇതിനകത്ത് ടോബി ഞങ്ങൾ കണ്ടത് സൺഡേ ആണ്. അപ്പോൾ സൺഡേ കിഡിലൻ ക്രൗഡായിരുന്നു, നല്ല ഗംഭീര ക്രൗഡായിരുന്നു. ക്ലാപ്പും കാര്യങ്ങളും എല്ലാമായിട്ട് ആൻഡ്രൂ വരുന്ന സീക്വൻസ് ആണല്ലോ ആദ്യം വരുന്നത്. ആൻഡ്രൂവിനുള്ള ആ ഒരു ക്ലാപ്പ്, അത് കഴിഞ്ഞ് ടോബി വരുമ്പോൾ ഒരു ഗ്യാപ്പ്, 3 സ്പൈഡർമാനും കൂടി നിൽക്കുന്ന ഒരു ഐക്കോണിക് ഷോട്ടുണ്ട്. അങ്ങനെ ഭയങ്കര ക്ലാപ്പ് വൃത്തിയായിട്ടുള്ള ഒരു ക്ലാപ്പ് വൃത്തി സീക്വൻസിന് എല്ലാവരും ആ രീതിയിൽ റിയാക്ട് ചെയ്യുന്ന ഒരു കിടിലൻ ക്രൗഡ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ക്രൗഡിൻ്റെ കൂടെ ഈ പടം വീണ്ടും ഇരുന്ന് കാണുമ്പോൾ ഭയങ്കര രസമാണ്. കാരണം ഇതൊരു ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നൊസ്റ്റാൾജിയ പ്ലസ് ആ ഒരു മാസ് സീക്വൻസ് ആണെങ്കിലും നമുക്ക് ഇഷ്ടപ്പെട്ട സ്പൈഡർമാൻ മാത്രമല്ല ഇതിനകത്ത് വരുന്നത്. നമുക്ക് വില്യം ഡാഫോയുടെ ആണെങ്കിലും ഗ്രീൻ ഗോബ്ലിൻ ആണെങ്കിലും ആൽഫ്രഡ് മൊലീനയുടെ ഡോക് ഓക്ക്, പിന്നെ ജാമി ഫോക്സിൻ്റെ ഇലക്ട്രോ, എല്ലാ ലിസാർഡ്, ഇതിനകത്തുള്ള എല്ലാ വില്ലന്മാരും, സാൻഡ്മാൻ, അങ്ങനെയുള്ള എല്ലാ വില്ലന്മാരും വരുന്നു. പിന്നെ പീറ്ററിൻ്റെ ആ ഒരു മൊറാലിറ്റിയാണ് പീറ്ററിൻ്റെ വീക്ക്നെസ് എന്ന് പറയുന്നുണ്ട്. പക്ഷേ എവ്രിബഡി ഡിസേർവ്സ് എ സെക്കൻഡ് ചാൻസ് എന്ന് പറയുന്ന ആ ഒരു പീറ്ററിൻ്റെ ആ ഒരു ടീനേജ് ഒരു എടുത്തിയാട്ടക്കാരനായിട്ടുള്ള ഇമ്പൾസീവ് ആയിട്ടുള്ള ഒരു സംഭവം നമുക്ക് ഫാർ ഫ്രം ഹോമിൽ കാണാം. മിസ്റ്റീരിയോയ്ക്ക് പെട്ടെന്ന് തന്നെ ആ ഈഡിത്ത് എന്ന് പറഞ്ഞ ഒരു ടെക്ക് ചുമ്മാ അങ്ങ് എടുത്തിയാടി കൊടുക്കുന്നതുകൊണ്ട് അപ്പം ഈ ഒരു ക്യാരക്ടറിൻ്റെ ആ ഒരു ഡെവലപ്മെൻറ്റ് പ്രോപ്പറായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ മൊറാലിറ്റി എന്ന് പറയുന്നതും അല്ലെങ്കിൽ എവറിബഡി ഡിസേർവ്സ് എ സെക്കൻഡ് ചാൻസ് എന്ന് പറയുന്നതൊരു പ്രശ്നമല്ല എന്നുള്ളതും, പക്ഷേ ഇങ്ങനെയുള്ള ഡിസിഷൻസ് എടുക്കുമ്പോൾ ഒരു ടീനേജറിന് ഉണ്ടാകുന്ന നഷ്ടങ്ങൾ, ആ നഷ്ടങ്ങളാണ് ഒരാളെ അയാളാക്കുന്നത്. ഗ്രേറ്റ് പവർ കംസ് റെസ്പോൺസിബിലിറ്റി എന്നുള്ള ആ ഒരു കാര്യങ്ങളെല്ലാം വരുന്ന ആ പീറ്റർ എന്ന് പറയുന്ന ആ ഒരു ടീനേജറിൻ്റെ അയാളുടെ ആ ഒരു ഇമോഷണൽ ജേണി, ആ ജേണി വളരെ ഭംഗിയായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു സിനിമയാണ്. പിന്നെ ഈ സ്പൈഡർമാൻ, അതായത് ടോം ഹോളണ്ടിൻ്റെ MCUവിൻ്റെ ആ ഒരു സ്പൈഡർമാൻ ഒരു മിനി വെർഷൻ ഓഫ് അയൺമാൻ എന്നുള്ളൊരു ഫീലാണ് എനിക്ക് എൻറ്റയർലി ഈ പടങ്ങൾ കാണുമ്പോൾ, എല്ലാ പടങ്ങളും കാണുമ്പോൾ കിട്ടുന്നത്. ബാക്കിയുള്ളതെല്ലാം സ്പൈഡർമാൻ്റേതായിട്ടുള്ള ഒരു ഐഡൻറ്റിറ്റി ഉണ്ട്. ഇപ്പോൾ ഹോം കമ്മിങ്ങിലാണെന്നുണ്ടെങ്കിലും അതിൽ ഒരുപാട് അയൺമാൻ്റെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ട്. അതിൻ്റെ ടെക്കാണെങ്കിലും ആ സ്യൂട്ടാണെങ്കിലും. ഇപ്പോൾ ഇപ്പോൾ ഫാർ ഫ്രം ഹോമിലേക്ക് പറയാമെന്നുണ്ടെങ്കിൽ ഈഡിത്ത്, അതിലും അയൺമാൻ്റെ. അപ്പോൾ ഇങ്ങനെ ടൂ മച്ച് ഓഫ് അയൺമാൻ ആ ഒരു അങ്ങനെ നിൽക്കേണ്ട ആവശ്യമില്ല. സ്പൈഡർമാൻ ഈസ് സ്പൈഡർമാൻ. അപ്പോൾ MCUവിൻ്റെ ഇപ്പോൾ ഓക്കെ നോവേ ഹോമിലേക്ക് വരുമ്പോഴോ ആണ് കറക്റ്റായിട്ടുള്ളത്. അതായത് വേറൊരു സംഭവങ്ങളൊന്നും ഇല്ലാതെ എൻറ്റയർലി ഒരു സ്പൈഡർമാൻ പടം എന്നുള്ള രീതിയിൽ വന്നു. അപ്പോഴും അതിനകത്തേക്ക് നൊസ്റ്റാൾജിയ പ്ലസ് ഫാൻ സർവീസ് എന്നുള്ള രീതിയിലാണ്. മോശമെന്നല്ല, അടുപ്പിച്ച് ഇപ്പോൾ ടോബിയുടെ 3 സ്പൈഡർമാൻ കാണുമ്പോൾ, അല്ലെങ്കിൽ ആൻഡ്രൂവിൻ്റെ 2 സ്പൈഡർമാൻ കണ്ട്, അത് കഴിഞ്ഞ് MCUവിൻ്റെ ഈ സ്പൈഡർമാനിലേക്ക് എത്തുമ്പോൾ അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ആസ് എ ഫിലിം എന്നുള്ള രീതിയിൽ നമുക്ക് എന്തുകൊണ്ടാണ് സ്പൈഡർമാൻ, അതായത് ടോബിയുടെ സ്പൈഡർമാനും സ്പൈഡർമാൻ 2 ഈ 2 പടങ്ങൾ അതൊരു ഗ്രേറ്റസ്റ്റ് സൂപ്പർ ഹീറോ ഫിലിംസിൻ്റെ ലിസ്റ്റിലേക്ക് എന്തുകൊണ്ട് വരുന്നു എന്നുള്ളത്. പിന്നെ ആക്ടിങ്ങിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു പീറ്റർ പാർക്കറിൻ്റെ ആ ഒരു ഇമോഷൻ എല്ലാവരും അവരുടേതായിട്ടുള്ള രീതിയിൽ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ടോബി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് പീറ്റർ പാർക്കർ ആരാണെന്നും ഏറ്റവും ബെസ്റ്റ് സ്പൈഡർമാൻ ആരാണെന്നുള്ളതൊക്കെ ഇറ്റ്സ് എ ഡിബേറ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. പലർക്കും പല ഇഷ്ടങ്ങളാണ്. പക്ഷേ ഈ നോവേ ഹോം ഈ സിനിമയിൽ 3 പേരും വരുന്നുണ്ട്, 3 പേരും അഭിനയിക്കുന്നുണ്ട്. അതിൽ ആൻഡ്രൂവിൻ്റെ പെർഫോമൻസ് അത് എടുത്ത് നിൽക്കുന്നുണ്ട്. അത് ഇവർ 3 പേരിലുള്ള ബെറ്റർ ആക്ടർ ആരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സംശയമൊന്നുമില്ല, അത് ആൻഡ്രൂ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആൻഡ്രൂവിൻ്റെ ആ ഒരു പെർഫോമൻസ് ഇങ്ങനെ എടുത്ത് നിൽക്കുന്നുണ്ട്. അതിൽ MJ രക്ഷിക്കുമ്പോൾ ഉള്ള ആ ഒരു എക്സ്പ്രഷൻ, ആ ഒരു കാര്യങ്ങളൊക്കെ അതൊക്കെ ഭയങ്കര രസമായിട്ടാണ് ആൻഡ്രൂ ചെയ്തിരിക്കുന്നത്. എനിക്ക് ഈ 3 സ്പൈഡർമാനിൽ എനിക്ക് ആൻഡ്രൂവിൻ്റെ ആ ഒരു പെർഫോമൻസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇമ്പ്രസ് ആയിട്ടുള്ളതാണ് ഈ സിനിമയിൽ. പിന്നെ
ഇത് കിടിലൻ പടമാണ്. പിന്നെ ഈ സിനിമയുടെ ഈ DCPയുടെ ആ ഒരു കാര്യം എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഡിസപ്പോയിൻറ്റിംഗ് ആയിട്ടുള്ള 3D ഡെപ്ത് ഇല്ല, അങ്ങനെയുള്ള ഒരുപാട് കുറവുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ പോസ്റ്റ് ക്രെഡിറ്റ് സീനിൽ ഡോക്ടർ സ്ട്രേഞ്ചിൻ്റെ കുറച്ച് നീളമുള്ളൊരു പോസ്റ്റ് ക്രെഡിറ്റ് സീനാണ്. ഡോക്ടർ സ്ട്രേഞ്ചിൻ്റെ ആ മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നസിന് മുമ്പുള്ള പടമാണല്ലോ. അപ്പോൾ മൾട്ടിവേഴ്സിൻ്റെ ആ ഒരു ഇൻഡു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അത് 4Kയിൽ ഇത് പ്രൊജക്റ്റായി. അപ്പോൾ 3D എഫക്ട്സോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, അത് 2Dയിലായിരുന്നു. അപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്, ഗംഭീര DCP ആണ് ഇതിന് വന്നിരിക്കുന്നത്. അപ്പോൾ പടത്തിൻ്റെ കുഴപ്പമാണത്. കാരണം പോസ്റ്റ് ക്രെഡിറ്റ് സീനൊക്കെ നല്ല ക്ലാരിറ്റി, നല്ല കിടിലനായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ മേ ബി ചിലപ്പോൾ വന്ന DCPയുടെ എന്താണെന്ന് അറിയില്ല, ഈ സിനിമ എനിക്ക് ഇതൊരു 3Dയിൽ ഭയങ്കര എക്സ്പെക്റ്റേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാണെങ്കിലും അത് ഡിസപ്പോയിൻറ്റിംഗ് ആണ്. പക്ഷേ ഞാൻ അപ്പോഴും പറയുന്നു, നോർമൽ തിയേറ്ററൊക്കെ കാണുന്ന ഒരാൾ ഈ സിനിമ കാണാൻ ഉദ്ദേശിക്കുന്നു എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതൊരു കിടിലൻ വിഷ്വൽ ട്രീറ്റ് ആയിരിക്കും. കാരണം IMAX 3D ഈസ് ഡിഫറെൻറ്റ്, നോർമൽ സ്ക്രീൻ അതായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല. അപ്പോൾ ബുധനാഴ്ച 9:45 സിനിപോളിസ് ഈ സിനിമ വീണ്ടും ചാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് പറ്റുകയാണെന്നുണ്ടെങ്കിൽ പോയി കാണുക. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും IMAXൽ. പക്ഷേ ബാക്കിയുള്ള 2 പടങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ പടം താഴെയാണ്, എന്നാൽ പോലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും.